RSS ക്യാമ്പിലെ ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ഒളിക്യാമറയിൽ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മൊത്തം 30 ക്യാമ്പുകളാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം 4 ക്യാമ്പുകൾ. പുലരും മുൻപേയുള്ള ആയുധ പരിശീലനം കനത്ത കാവലിലാണ് നടക്കുന്നത്. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം നൽകുന്നത്. ആക്രമിക്കലാണ് നല്ല പ്രതിരോധമെന്നാണ് ക്യാമ്പിന്റെ മുദ്രാവാക്യം. ആ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. കുട്ടൻ, ഏറെ നാളുകളായി ഉണ്ടായിരുന്ന ഒരു ആരോപണം, അത് വെറും ആരോപണം മാത്രമാണ് എന്ന ഒരു ന്യായീകരണമായിരുന്നു RSS ക്യാമ്പിൽ നിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വ്യക്തമായി തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഈ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, പ്രാഥമിക ശിക്ഷണ ശിബിരം എന്ന പേരിലാണ് സംസ്ഥാനത്തെ 30 കേന്ദ്രങ്ങളിൽ RSS ഇത്തരത്തിലുള്ള പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. RSSന്റെ അധീനതയുള്ള സ്കൂളുകളിലും അല്ലെങ്കിൽ അവരുമായി ആഭിമുഖ്യം പുലർത്തുന്നതും അല്ലാത്തതുമായ സ്കൂളുകളിലാണ് ഒരാഴ്ച ഈ ക്രിസ്മസ് വെക്കേഷൻ ആരംഭിച്ച 24 മുതൽ ജനുവരി 1 വരെ ഏതാണ്ട് ഒരു 9 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ. ചില സ്ഥലങ്ങളിൽ ഒരാഴ്ച മാത്രമേ ഈ ക്യാമ്പുള്ളൂ. കണ്ണൂർ ജില്ലയിൽ 4 സ്ഥലങ്ങളിലാണ്. മറ്റു ജില്ലകളിലൊക്കെ ഒരു ജില്ലയിൽ 2 എണ്ണം വീതമാണ് ഈ ക്യാമ്പുകൾ നടക്കുന്നത്. ഓരോ ക്യാമ്പിലും 100-ലധികം ആൾക്കാർ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി 10-20 ആൾക്കാർ, അങ്ങനെ 100, 120, 125 എന്ന നിലയിലാണ് വിവിധ ക്യാമ്പുകളിലെ അംഗസംഖ്യ. ഇവിടങ്ങളിൽ പകൽ സമയങ്ങളിൽ വ്യക്തിത്വ വികസന ക്ലാസ് എന്ന രീതിയിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അവിടെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. RSSന്റെ നേതാക്കൾ വന്നിട്ടുള്ള മറ്റു രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. രാത്രിയും അതുപോലെ തന്നെ പുലർച്ചെ ജനങ്ങളുടെ ശ്രദ്ധ എത്താത്ത ഈ 2 സമയങ്ങളിലാണ് ഇവിടെ ആയുധ പരിശീലനം നടക്കുന്നത്. ഈ ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV ഒളിക്യാമറയിൽ പകർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ചില ക്യാമ്പുകളിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇവിടങ്ങളിൽ പുലർച്ചെ 3 മണി മുതൽ തന്നെയാണ് ആയുധ പരിശീലനം ആരംഭിക്കുന്നത്. 100 കണക്കിന് കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന 13 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് അണിനിരന്നുകൊണ്ട് ആയുധ പരിശീലനം, ദണ്ഡ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം നടത്തുകയാണ്. കൈകാൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എതിരാളികളെ കീഴ്പ്പെടുത്താം എന്നുൾപ്പെടെയുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി RSS തന്നെ ഒരുക്കുന്ന കനത്ത സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരം പരിശീലനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് പൊതുജനങ്ങൾക്കോ അത്തരത്തിൽ ആർക്കും, ഈ ക്യാമ്പിന് പുറത്തുള്ള ആർക്കും അവിടത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ ആരെങ്കിലും ഇതിന്റെ പരിസരത്ത് യാദൃശ്യമായി എത്തിയാൽ തന്നെ RSS പ്രവർത്തകരുടെ പിടിയിലാവുകയും ചെയ്യും. അതുകൂടാതെ രാവിലെ ഒരു 7 മണിക്ക് ശേഷം ഈ സ്ഥലത്തേക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, ജോലി ആവശ്യത്തിനോ മറ്റോ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ വരുന്ന സമയമാകുമ്പോഴേക്കും ഈ പരിശീലനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൗമ്യ, കുട്ടനാട് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി. കോട്ടയത്തും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് RSSന്റെ ആയുധ പരിശീലനം പുരോഗമിക്കുന്നു. പൊൻകുന്നത്തെ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ആയുധ പരിശീലനം. സ്കൂളുകളെ ആയുധപ്പുരകളാക്കി മാറ്റുന്നു. ദണ്ഡ, നഞ്ചക് തുടങ്ങിയ ആയുധങ്ങൾ സ്കൂളുകളിൽ നിന്ന് കണ്ടെത്തി. ഡിസംബർ 24-ന് കരോൾ പരിപാടി കഴിഞ്ഞെത്തിയ സംഘത്തെ ക്യാമ്പിൽ പങ്കെടുത്തവർ മർദ്ദിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് അവിടുത്തെ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും? 24-നാണ് പൊൻകുന്നം ശ്രേയസ് സ്കൂൾ കേന്ദ്രീകരിച്ച് RSSന്റെ ആയുധ പരിശീലനം ആരംഭിച്ചത്. ഈ ആയുധ പരിശീലനത്തിന് തുടരുമ്പോൾ പോലെ തന്നെയും ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും നടപടിയെടുക്കുന്ന കാര്യത്തിലും തന്നെ ഉണ്ടായില്ല എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ ക്യാമ്പിന്റെ പരിസരത്തു കൂടെ കടന്നുപോയ കരോളത്തിന് നേരെയും അതിക്രമം ഉണ്ടായി. 3 യുവാക്കളെ തെരഞ്ഞിട്ട് 20ഓളം പേർ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇവരുടെ കയ്യിൽ വൻ ആയുധങ്ങളുമായിട്ടാണ് ഇവർ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. തലയ്ക്കും കാലിനുമായി എല്ലാം തന്നെ ഭീകരമായ രീതിയിലാണ് ഈ യുവാക്കൾക്ക് മർദ്ദനമേറ്റത്. വിനീത്, ജോസഫ്, പ്രിൻസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇത്തരത്തിൽ പൊൻകുന്നം അടക്കം, അതായത് പൊൻകുന്നത്തെ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കോട്ടയത്തെ 2 ജില്ലയായിട്ടാണ് RSS തിരിച്ചിരിക്കുന്നത്. ഒന്ന് കോട്ടയം എന്നും മറ്റൊന്ന് പൊൻകുന്നമെന്നും. അങ്ങനെ കോട്ടയം, പൊൻകുന്നം എന്നീ 2 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ആ ജില്ലയിൽ നിന്നുള്ള 150ഓളം
ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾ അടക്കമുള്ളവരുണ്ട്. ആയുധ പരിശീലനം നടത്തുന്നു. അങ്ങനെ ഈ സ്കൂളിനെ വലിയൊരു ആയുധ പുറകളാക്കി മാറ്റുന്ന രീതിയിലാണ് ക്യാമ്പുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ സ്കൂളിലേക്ക് കുട്ടികളുടെ രക്ഷിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾക്കായി വന്നു കഴിഞ്ഞാൽ പോലും അവരെ ദേഹപരിശോധനയ്ക്ക് ശേഷം കയറ്റിവിടുന്ന ശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിനുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ ആദ്യം പിന്നാക്കം പോയെങ്കിലും ഇപ്പോൾ കേസെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക്. കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനെ DCCയുടെ പരിപാടിയിൽ കയ്യേറ്റം ചെയ്തു. കാറിന് നേരെ പ്രവർത്തകർ ചീമുട്ടയെറിയുകയും ഉണ്ണിത്താനെ അസഭ്യം പറയുകയും ചെയ്തു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസത്തെ വാക്പോരിന് ശേഷം കാര്യങ്ങൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ DCCയിൽ ഈ പിറന്നാൾ ആഘോഷം, കോൺഗ്രസിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടേക്ക് സുഹൃത്തിന്റെ വാഹനത്തിലെത്തിയത്. ഈ സമയം പുറത്ത് തമ്പടിച്ചിരുന്ന മുരളീധര പക്ഷം യുവാക്കളുടെ ഒരു വൻ നിര തന്നെ ഇദ്ദേഹത്തിന്റെ കാർ തടയുകയും കാറ് അടിച്ചു തകർക്കുകയും കാറിനെയും ഉണ്ണിത്താനും നേരെ ചീമുട്ട എറിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വാഹനം അതിവേഗതയിൽ DCC ഉള്ളിലേക്ക് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. ഈ സമയം മുരളീധര പക്ഷം യുവാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഈ കാറിനെ പിന്തുടർന്ന് ഉണ്ണിത്താനെ വീണ്ടും തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. അവിടെ DCCയിൽ ഏതാനും കോൺഗ്രസ് പ്രവർത്തകരും മുരളീധര പക്ഷം യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. തുടർന്ന് പിന്നീട് സേവാദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംരക്ഷണം നൽകിയാണ് ഉണ്ണിത്താനെ ഇതില് ഉദ്ഘാടന പരിപാടി ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ഉദ്ഘാടന പ്രസംഗത്തിലുടനീളം മുരളീധരനെയും തന്നെ ആക്രമിച്ചവരെയും ആരാച്ചാരെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഉണ്ണിത്താൻ സംസാരിച്ചത്. അതേസമയം ഈ KPCCക്ക് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് പരാതി നൽകുമെന്ന് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ബിന്ദുകൃഷ്ണ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുരളീധര പക്ഷവും തങ്ങളെ കൊല്ലാൻ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ കയ്യേറ്റം ഉണ്ടായി. ഐക്യം പരമപ്രധാനമെന്ന് VM സുധീരൻ. ഇപ്പോഴത്തെ വിവാദം ദൗർഭാഗ്യകരമെന്നും പാർട്ടി ദുർബലമായാൽ അണികളും ദുർബലമാകുമെന്നും സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു. ഏതായാലും അത്തരം അഭിപ്രായ പ്രകടനങ്ങളോ വിവാദ പ്രസ്താവനകളോ തീർത്തും ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ കൃത്യമായി ഈ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താന് K മുരളീധരന്റെ മറുപടി. കൊല്ലത്ത് വെച്ച് ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്ത ശേഷം ചീമുട്ടയെറിഞ്ഞ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ദൗർഭാഗ്യകരമാണ്. പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്താ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. അത് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ എന്താ സംഭവം ഉണ്ടായി നിങ്ങൾ പറഞ്ഞിട്ട് അറിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. കേരളത്തിലെ കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് പോരും പരസ്യ പ്രസ്താവനകളെയും ഗൗരവത്തിലെടുക്കുന്നുവെന്ന് മുകുൾ വാസ്നിക്. ഇനി പരസ്യ പ്രസ്താവനകൾ നടത്തിയാൽ കടുത്ത നടപടിയെന്നും മുകുൾ വാസ്നിക് പറഞ്ഞു. In the last few days, some Congress party leaders in Kerala have been making public statements on internal party issues. And I would like to emphasize here that henceforth no one will make public statements on internal party issues. We have various forums within the party where we can discuss and resolve them. And instead of making public statements, these forums should be the place they can have those discussions. But henceforth, no one should be making any public statements on internal party issues. കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്യപ്പോര് നിർത്തണമെന്ന് AK ആന്റണി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആന്റണി ദില്ലിയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലുണ്ടായ കാര്യങ്ങൾ എനിക്ക് വളരെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച, വേദനിപ്പിച്ച K മുരളീധരൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷമില്ല എന്നല്ല, കാര്യക്ഷമമല്ല എന്ന് മാത്രമാണെന്ന് ആര്യാടൻ മുഹമ്മദ്. കോൺഗ്രസിനകത്ത് ഇത്തരം തർക്കങ്ങൾ പതിവാണെന്നും അത് പരിഹരിക്കാനാവുമെന്നും CPIM-ലെ തർക്കം പോലെ ഇത് കാണേണ്ടതില്ല എന്നും ആര്യാടൻ മലപ്പുറത്ത് പറഞ്ഞു. വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ.
രമേശ് പറഞ്ഞ പോലെ. അതല്ലാതെ ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങളെ പോലത്തെ പത്രക്കാരെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ പറഞ്ഞ് അതെപ്പോഴുണ്ടല്ല. എന്നാലും അത് കൊടിയേരിയും അച്യുതാനന്ദനും തമ്മിലുള്ള തർക്കത്തിന്റെ അത്ര വരൂല. പാർട്ടിക്ക് ഇത്രയും ഗുണം ചെയ്യുന്നില്ലല്ലോ. ഇത്രയും മോശമായ തരത്തിലൊക്കെയാണ് ഉണ്ണിത്താന്റെ ആരോപണങ്ങളൊക്കെ ഉള്ളത്. അത് സാരല്ല. അതൊക്കെ ഇത് കോൺഗ്രസിൽ പണ്ടേ ഉള്ളതാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടാവാത്തതാണ്. ഇപ്പം അതുവരെ പബ്ലിക്കിൽ വന്നു. ഞങ്ങളിത് പണ്ടേ ഉണ്ട്. അത് ഞങ്ങൾ പറയും, തീരും, പോകും. അത് സാധാരണ സമ്പ്രദായം. എം.ഐ. ഷാനവാസ് ജയ്ഹിന്ദ് ചാനലിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെച്ചു. കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ ജയ്ഹിന്ദ് ടി.വി. ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് എം.ഐ. ഷാനവാസും ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെച്ചത്. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന പരസ്യപ്പോരിന്റെ പശ്ചാത്തലത്തിലാണ് ഷാനവാസിന്റെ രാജി. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചെളി വാരിയെറിഞ്ഞ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുതെന്ന് വി.ഡി. സതീശൻ. ഇക്കാര്യം നേതാക്കളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ ഇരു കൈകളും കൂപ്പി വിനയപൂർവ്വം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് പരസ്പരം ചെളിവാരി എറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുത് എന്ന് മാത്രം വിനയപൂർവ്വം. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. 6 മാസത്തേക്കാണ് കാലാവധി നീട്ടുന്നത്. PSCയുടെ യോഗം വെള്ളിയാഴ്ച ചേരും. വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത്തരത്തിൽ 70ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടുന്നത്. ഡിസംബർ 31-ന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്കും മാർച്ച് 31-ന് അവസാനിക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്കും നീട്ടും. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ PSCക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ PSCയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരും. ഒഴിവുള്ള 4 PSC അംഗങ്ങളുടെ ഒഴിവിലേക്ക് സുരേശൻ, ഡോക്ടർ M.R. ബൈജു, ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, അഡ്വക്കേറ്റ് രഘുനാഥൻ എന്നിവരെ നിയമിക്കും. സംസ്ഥാന സർക്കാരിന് കീഴിലെ 30ഓളം വകുപ്പുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 1860 തടവുകാരെ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ചേരി ബേബി വധക്കേസ് അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയായ VS അച്യുതാനന്ദൻ അറിയാമായിരുന്നുവെന്ന് ധ്വനി വരത്തക്ക രീതിയിൽ താൻ സംസാരിച്ചതായി പറയപ്പെടുന്നത് കളവാണെന്ന് മന്ത്രി M.M. മണി. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് ഒരു ദൃശ്യമാധ്യമം സംപ്രേഷണം ചെയ്തതെന്നും മണി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടുക്കി നടന്നൊരു സംഭവത്തിൽ VSന് പങ്കുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു നിലയിലും അതിന് ന്യായമില്ല. അത് പിന്നെ ഞാനെന്ന് ഈ പത്രവാർത്തയിലൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മനോരമ ഇല്ല, എല്ലാ പത്രവും നോക്കി. അത് ചുമ്മാ ഉള്ള ബോധപൂർവം ദൃഷ്ടി ചെയ്ത് ഞാൻ പറഞ്ഞതിനെ മാറ്റി എഴുതിയതാണ്. അത് മാതൃഭൂമിയുടെ എന്നെ കാണാൻ വന്ന ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനഃപൂർവമായ ഒരു ഗൂഢാലോചനയാണ്. റദ്ദാക്കിയ നോട്ടുകൾ മാർച്ച് 31-നകം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കിക്കൊണ്ടുള്ള ഓർഡിനൻസിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മാർച്ച് 31-ന് ശേഷം അസാധുവാക്കിയ നോട്ടുകൾ കൈവശം വെച്ചാൽ 5000 രൂപ പിഴയും 4 വർഷം വരെ കഠിന തടവുമാണ് ശിക്ഷ. കറൻസി ക്ഷാമം രൂക്ഷമായതോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. കറൻസികൾ ബാങ്ക് ശാഖകളിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ബാങ്ക് ജീവനക്കാർ. പുതുതലമുറ ബാങ്കുകളെ വഴിവിട്ട് സഹായിച്ചതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി. കറൻസി മുഖാന്തരം 98% ക്രയവിക്രയങ്ങളും നടക്കുന്ന രാജ്യത്ത് 86% കറൻസി പിൻവലിച്ചതിലൂടെ കടുത്ത ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര കണ്ട് പ്രചരിപ്പിച്ചാലും ബാങ്കിന്റെ ശാഖകളിൽ പണമെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബുദ്ധിമുട്ട് ബാങ്കിംഗ് മേഖലയിൽ നിലനിൽക്കുമ്പോൾ കേവലം 7% മാത്രം ഡിജിറ്റൽ സാക്ഷരതയുള്ള ഇന്ത്യയിൽ 53% മാത്രമാണ് മൊബൈൽ ഉപഭോക്താക്കൾ. ഇവയെല്ലാം വിസ്മരിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നത് വ്യാമോഹമാണ്. നോട്ട് പിൻവലിക്കലിന് ശേഷം ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ പറഞ്ഞു. ബാങ്കിംഗ് മേഖല സ്തംഭനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ ജോലി നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വായ്പ കൊടുക്കുകയാണ്. പക്ഷെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വായ്പാ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പുതുതലമുറ ബാങ്കുകളെ വൻതോതിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്ന് കോട്ടയത്ത് ചേർന്ന SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കറൻസി ക്ഷാമമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി ജനുവരി 3-ന് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 33 കേന്ദ്രങ്ങൾ ഉപരോധിക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സിനിമാ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. നിർമ്മാതാക്കളുടെയും തിയേറ്റർ ഉടമകളുടെയും ചർച്ച കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മറ്റന്നാൾ മുതൽ എല്ലാ ചിത്രവും തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുമെന്ന് നിർമ്മാതാക്കൾ. മലയാളത്തിൽ ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസ് ഇല്ലാത്തതിനാൽ 20 കോടിയുടെ നഷ്ടമുണ്ടായതെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. PT കുഞ്ഞു മുഹമ്മദിന്റെ പുതിയ ചിത്രം വിശ്വാസപൂർവ്വം മൻസൂർ ചിത്രീകരണത്തിനൊരുങ്ങുന്നു. റോഷൻ മാത്യു, പ്രയാഗ മാർട്ടിൻ, ഗൗതമി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വെർജിൻ പ്ലസ് മൂവീസിന് വേണ്ടി KV മോഹനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PT കുഞ്ഞു മുഹമ്മദ് ഒരുക്കുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മയും മകളും വടക്കൻ മലബാറിലെത്തുന്നതും ഒരു വീട് ഇവർക്ക് അഭയം നൽകുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇതിനിടെ ഇവർക്ക് അഭയം നൽകിയ ചെറുപ്പക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തുന്നു. വടക്കൻ മലബാറിലെ ഗ്രാമത്തിലെ കഥയിലൂടെ ദുരിതപൂർണമായ വർത്തമാന കാലഘട്ടം ചിത്രം കൈകാര്യം ചെയ്യുന്നു. വളരെ സമാധാനത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരൊന്നും പ്രതീക്ഷിക്കാത്ത, അവരൊന്നും ചെയ്യാതെ കടന്നു വരുന്ന ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രതിപാദ വിഷയം. ശ്വേതാ മേനോൻ, രഞ്ജി പണിക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നു. ജയകൃഷ്ണൻ കാവലിന്റെ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും ഒരുക്കിയത് PT കുഞ്ഞു മുഹമ്മദ് തന്നെയാണ്. രമേശ് നാരായണന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാൺപൂരിലെ റൂറയ്ക്ക് സമീപം അജ്മീർ സിയാൽദ എക്സ്പ്രസിന്റെ 15 ബോഗികൾ പാളം തെറ്റി 2 മരണം, 26 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് എത്തി. ജില്ലാ ഭരണകൂടത്തിന്റെയും റെയിൽവേയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. കാൺപൂരിലെ ദഹർ ജില്ലയിൽ 140-ലേറെ പേരുടെ ജീവനെടുത്ത ഇൻഡോർ പട്ന എക്സ്പ്രസ് അപകടം നടന്ന് 1 മാസം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ട്രെയിൻ കൂടി പാളം തെറ്റുന്നത്. ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി കൈരളി ചാനൽ റാന്നിയിൽ അണിയിച്ചൊരുക്കിയ മെഗാ സ്റ്റാർ ഷോ ഗംഭീര വിജയമായി മാറി. 10,000-കണക്കിന് വരുന്ന കലാപ്രേമികളെ സാക്ഷി നിർത്തിയാണ് ഷോ അരങ്ങേറിയത്. ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ കലാകാരന്മാരാണ് ഷോ നയിച്ചത്. പുതുവത്സര ദിനത്തിൽ ഈ മെഗാ ഷോ കൈരളി TV സംപ്രേഷണം ചെയ്യും. മലയോര മേഖലയെ ഇളക്കിമറിച്ച് കൈരളി TVയുടെ പുതുവത്സര വിരുന്ന്. വൈകിട്ട് 6 മണിക്കാണ് സ്റ്റേജ് ഷോ ആരംഭിച്ചതെങ്കിലും 4 മണി മുതൽ തന്നെ കാണികൾ റാന്നി സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി. 10,000-ഓളം ആസ്വാദകരെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇതിന്റെ 2 ഇരട്ടിയിലധികം കലാസ്വാദകരാണ് കൈരളി അണിയിച്ചൊരുക്കിയ മെഗാ ഷോ ആസ്വദിക്കാനെത്തിയത്. റിമി ടോമി, രമേഷ് പിഷാരടി, റോമ തുടങ്ങിയ കലാകാരന്മാർ സ്റ്റേജിൽ നിറഞ്ഞാടി. ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായ മലയോര ജനങ്ങൾ നെഞ്ചോട് ഏറ്റെടുത്ത പുതുവത്സര സമ്മാനമായി മാറി കൈരളിയുടെ മെഗാ ഷോ. ഇതിന്റെ പൂർണ്ണരൂപം പുതുവത്സര ദിനത്തിൽ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. CPIM മുൻ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പത്നി പ്രീതം കൗറിന്റെ മൃതദേഹം ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, CPI നേതാവ് D രാജ തുടങ്ങിയ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഞായറാഴ്ചയാണ് പ്രീതം കൗർ അന്തരിച്ചത്. നാളെ പഞ്ചാബിലെ ബണ്ടാലയിൽ ശവസംസ്കാര ചടങ്ങിൽ സീതാറാം യെച്ചൂരി പങ്കെടുക്കും. കാജു ഖഡോ കരാട്ടെ അക്കാദമി കൊടശ്ശേരി സംഘടിപ്പിച്ച കരാട്ടെ പ്രദർശനം ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് ഉണ്ടായ കരാട്ടെ പ്രദർശന മത്സരത്തിൽ പങ്കെടുത്ത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബെസ്റ്റ് ഡെമോ ഫൈറ്റ് ട്രോഫി കരസ്ഥമാക്കി.